നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. കോച്ചിൻ്റെ മകൻ പൊളിച്ചെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ആ കോച്ചിന് വലിയ അഭിമാനം കൊടുക്കുന്ന കാര്യമായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ 700ാമത്തെ ഇൻചാർജ് ആയിട്ടുള്ള മത്സരമാണെങ്കിലോ തീർച്ചയായിട്ടും അദ്ദേഹം സന്തോഷത്തിൻ്റെ പരകോടിയിലുമായിരിക്കും. യൂലിയാനോ സിമിയോണി, അതെ, ഡിയേഗോ സിമിയോണിയുടെ മകൻ ഇപ്പം മിന്നും ഫോമിലാണ്. ഇന്നലെയും അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. തുടർച്ചയായ മൂന്നാമത്തെ മത്സരത്തിലാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് മാറുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് 2-1 അലാവസിനെ പരാജയപ്പെടുത്തും. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കോച്ചായിട്ടുള്ള 700ാമത്തെ മത്സരമായിരുന്നു ഡിയേഗോ സിമിയോണിക്ക് ഇത്. മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഗോളുകൾ കണ്ടെത്തിയത് ആന്റോയിൻ ഗ്രീസ്മാനും സൊർലോത്തുമായിരുന്നു. സൊർലോത്തിന്റെ ഗോളിന്റെ അസിസ്റ്റ് കൊടുത്തത് റോദ്രിഗോ ഡീപോൾ ആയിരുന്നു. എന്തായാലും മത്സരത്തിൽ മിന്നും പ്രകടനമാണ് ഹുലിയാനോ സിമിയോണി നടത്തിയത്. അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഇപ്പോൾ 700 മത്സരങ്ങളാണ് കോച്ച് എന്ന നിലയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ ഡിയേഗോ സിമിയോണി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 413ാമത്തെ വിജയമാണ് ഇന്നലെ നേടിയത്. 413 വിജയങ്ങൾ, 156 സമനിലകൾ, 131 പരാജയങ്ങൾ. ഇതിൽ 326 മത്സരങ്ങളിൽ ഒരു ഗോൾ പോലും ടീം വഴങ്ങിയിട്ടില്ല എന്ന കാര്യം കൂടി നോക്കുക. അതുപോലെ കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. 2 തവണ ലീഗ് കിരീടങ്ങൾ, ലലിഗ കിരീടങ്ങൾ നേടുകയുണ്ടായി. യൂറോപ്പ ലീഗ് 2 തവണ നേടുകയുണ്ടായി. സോ ക്ലബിൽ ലെജൻഡായി വിരാജിക്കുന്ന ഡിയേഗോ സിമിയോണി ഇതാ മറ്റൊരു നാഴിക കല്ലുകൂടി പിന്നിട്ടിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.